സമൃദ്ധിയോടും അഭിമാനത്തോടും കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇത് എൻ്റെ ഒരു മാതൃകാ വിദ്യാലയമാണ്. ഞാൻ ഈ സ്കൂളിൽ ഈ പിള്ളേരെ ക്ലാസ് 5 മുതൽ 7 വരെ കാലഘട്ടം ഞാനിവിടെ പഠിച്ചതാണ്. കൂടാതെ എന്റെ അധ്യാപന ജീവിതം തുടർന്ന് തന്നെ ഈ സ്കൂളിലെ വിദ്യാർത്ഥികളുമായിട്ട് ബന്ധപ്പെടുകയാണ്. 1984 ഇവിടെ ഒരു മോഡൽ പാലക്കാട് കാലഘട്ടമാണ്. വെക്കേഷൻ ക്ലാസ്സുകൾ തുടങ്ങുന്നതാണ്. അത് ഞാൻ പഠിച്ചു വന്നതേ ഉള്ളൂ. വളരെ ജ്യേഷ്ഠ സുഹൃത്തുക്കൾ പറഞ്ഞവിടെ വെക്കേഷൻ ക്ലാസ് തുടങ്ങുന്നു, നമുക്ക് എല്ലാവരും ക്ലാസ് കൈകാര്യം ചെയ്യണം സംബന്ധിച്ചു. അപ്പൊ ഈ സ്കൂളിലെയും പരിസര സ്കൂളിലെയും 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾ വെക്കേഷനിൽ ഏപ്രിൽ മെയ് മാസം 1 മാസം അത് ഈ സ്കൂളും ഈ പരിസരം എടുത്തുകൊണ്ട് തന്നെയാണ് അവിടെ ക്ലാസ്സുകൾ ആരംഭിച്ചത്. അങ്ങനെയായിരുന്നു. അപ്പൊ അന്ന് ഞാൻ എന്റെ ഈ അധ്യാപന രീതി ഇവിടെ തുടങ്ങിയതാണ്. ഇപ്പൊ എന്റെ അധ്യാപന ജീവിതം അവസാനിക്കുന്നത് തീർക്കുന്നത് ഔദ്യോഗികമായി തീർക്കുന്നത് ഈ സ്കൂളിൽ വെച്ചാണ്. അതോടൊപ്പം ഈ രീതികൾക്കിടയിൽ 1-2 പേര് എന്റെ കൂടെ പഠിച്ച സഹപാഠികളാണ്. ഇങ്ങനെ എല്ലാവരും ഒത്തിരിയാണ് നോക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്, ഒത്തിരി അഭിമാനമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് പോയത്. 84 ആദ്യമായിട്ട് ഞാൻ പുറത്ത് അധ്യാപനം തുടങ്ങുന്നത് ജൂൺ മാസത്തിൽ ആദ്യം എറണാകുളം വരാട്ട് എറണാകുളം സെമിനറി സ്കൂളാണ്. ഏതാണ്ട് 24 ദിവസം അവിടെ ഞാൻ നിസ്വാർത്ഥ സേവനം ചെയ്ത് പോരാടുന്നത് അങ്ങനെയാണ്. ഇപ്പോഴത്തെ മുഖ്യ പ്രഭാഷണമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട കോട്ടയം കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ സെക്രട്ടറി ആയിരുന്നു. അതിനെ പഠിക്കുന്നതായിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ് നല്ലവണ്ണം പറഞ്ഞിട്ടുകൊണ്ടിരിക്കുക. അതിനെ ജൂൺ അവസാനമായപ്പോൾ വിളിച്ചു. ലീവ് വേക്കൻസിയാണ്, മലയാളിയാണ്, പോകാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, പോകാനുള്ളത്. അന്ന് 84 ജൂണില് അച്ഛനെയും അപ്പോയിന്റ്മെന്റ് മേടിച്ചു. അതിനെ അനുസരിച്ച് നീ വേണ്ട നല്ല ഉപദേശങ്ങൾ നൽകി എന്നെ പറഞ്ഞു വിട്ടു. തീർച്ചയായും എനിക്ക് ഒരു ദോഷം വന്നിട്ടില്ല. ഒരു പുണ്യം വേണ്ടിയാണ് നടക്കുന്നത്. ഒരു വിളിയായിരുന്നു എന്റെ ആ ദൗത്യത്തിലേക്ക് മലയാളത്തിലേക്ക് വളരെ സന്തോഷവും സമാധാനവും കടമകളുടെ എല്ലാം തന്നെ നല്ല രീതിയിൽ വിപുലമായി പോകാൻ എനിക്ക് സാധിച്ചു. അങ്ങനെ പയ്യാവൂര്, പിന്നീട് പല സ്കൂളുകൾ, പുന്നത്ര, കല്ലറ, കടത്തിരുത്തി, കരിങ്കുന്നം, പേര്, കണ്ണങ്ങര, ഇങ്ങനെ നമ്മുടെ ഈ ലോകങ്ങളിലെ 9 സ്കൂളുകൾ, പുറത്തൊരു സ്കൂളുകൾ, അങ്ങനെ 10 സ്കൂളുകളിൽ എനിക്ക് എന്റെ അധ്യാപന ജീവിതം നടത്താൻ എനിക്ക് സാധിച്ചു. അവിടെയുള്ള ആളുകള്, അവിടെയുള്ള മാതാപിതാക്കള്, നാട്ടുകാര്, കുട്ടികള്, മാനേജർമാരെ, ഹെഡ്മാസ്റ്റർമാരെ, അങ്ങനെ 10 സ്കൂളുകളിൽ ഏതാണ്ട് 17 ഹെഡ്മാസ്റ്റർമാരുടെ കീഴില്, 17 മാനേജർമാരുടെ കീഴില്, 20 ഹെഡ്മാസ്റ്റർമാരുടെ കീഴില്, കോർപ്പറേറ്റ് സെക്രട്ടറിമാർ, അതായത് 6 പേരുടെ കീഴിൽ എനിക്ക് ജോലി ചെയ്യുവാനുള്ള, സന്തോഷത്തോടെ, സംതൃപ്തിയോടെ, അഭിമാനത്തോടെ ജോലി ചെയ്യാനുള്ള ഒരവസരം എനിക്ക് ദൈവം തന്നു. തീർച്ചയായിട്ടും ഞാൻ ആ നല്ല നാളുകൾ വളരെ നല്ല ഓർമ്മകളായിട്ട് മനസ്സിൽ സൃഷ്ടിക്കുന്നു. ചന്ദ്രനോടും ഒരോ മാതാപിതാക്കളോ കുട്ടികളെ അതിനുവേണ്ടി നാട്ടുകാരായിട്ട് വിളിച്ചു പറയുമ്പോൾ ഒന്ന് വലിയ സഹകരണവും പ്രോത്സാഹനവും
ഒത്തിരി ആദരവുകളും എല്ലാ നിലയിലും കണ്ടിരുന്നു. ഈ പോയ സ്ഥലങ്ങളിൽ ടീച്ചേഴ്സായിട്ട് നല്ല രീതിയിൽ പോകാൻ എനിക്ക് സാധിച്ചു. ഇവരെല്ലാം കാണുമ്പോൾ ഇപ്പോഴും ഒത്തിരി സന്തോഷവും ഒത്തിരി കാര്യങ്ങളും അയൽക്കാരുണ്ട്. അപ്പൊ അങ്ങനെ 22 വർഷം, ഏതാണ്ട് 20 വർഷമാകാൻ പോകുന്നു. 22 വർഷം ഈ അധ്യാപനവും എന്റെ മാതൃവിദ്യാലയ മലപ്പുഴയില് 1990 ഏറ്റവും ദീർഘമാണ് ഇവിടെ ജോലി ചെയ്തത്. ബാക്കിയുള്ള 4 വർഷം 5 വർഷം പതിക്കൂടിയില്ല. അങ്ങനെ പൂർത്തിയാക്കി. അപ്പൊ എനിക്ക് ഈ അവസരം ഉണ്ടാക്കി തന്ന മാനേജ്മെന്റിനോടും മറ്റുള്ള എല്ലാവരോടും ഈ അവസരത്തിൽ എനിക്കുള്ള കടപ്പാട്, നന്ദി, ആത്മാർത്ഥതയുടെ നന്ദി ഞാൻ ഈ അവസരത്തില് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം എന്റെ ഈ പ്രവർത്തനത്തെ സഹായിച്ച ഒത്തിരി നല്ല ആളുകളുണ്ട്. ഏറ്റവും സമ്മതമായിട്ട് എനിക്ക് തോന്നുന്നത് കുട്ടികളാണ്. ഒരിക്കലും മറത്ത് അവരെ തെറ്റുകയും വഴക്കുകയും അധ്യാപിക്കുകയും, പക്ഷെ അങ്ങനെയുള്ള ഒത്തിരി സ്നേഹമുണ്ട്, ഒത്തിരി പറയാറുണ്ട്. ഇതെല്ലാം നല്ല ഓർമ്മകളായിട്ട് എന്റെ മനസ്സിലുണ്ട്. അപ്പൊ എനിക്ക് കിട്ടുന്ന അവസരത്തില് ഏത് ക്ലാസ്സിലാണെങ്കിലും ഏത് നിലയിലാണെങ്കിലും ഏത് സ്ഥാപനങ്ങളും നോക്കാറില്ല. പറ്റുന്ന കാര്യങ്ങള് ഒന്നും നോക്കാതെ വാക്കാലും പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, ചെയ്യുമായിരുന്നു. അതിനൊത്തിരി എനിക്ക് പ്രത്യേകമായി എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഞാൻ പറയാൻ ആഗ്രഹിക്കില്ല. അങ്ങനെ ഒത്തിരി നല്ല രീതിയിൽ എന്റെ ഈ പ്രാരംഭ ജീവിതം പൂർത്തിയാക്കാൻ സഹായിച്ച നിങ്ങളെല്ലാവർക്കും ഓരോരുത്തർക്കും, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളായ എല്ലാവർക്കും നാട്ടുകാർക്കും, എന്നെ സ്നേഹിച്ച, എന്നെ ഉപദേശിച്ച, എന്നെ ശാസിച്ച, എനിക്ക് വേണ്ടി എല്ലാം എനിക്ക് ചെയ്തു തന്ന എല്ലാവർക്കും നന്ദി പറയുന്നതോടൊപ്പം ഇനിയും മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങൾ ഞാൻ എവിടെയായിരുന്നാലും എന്നാൽ ആവുന്ന വിധം പരിമിതിയിൽ നിന്നുകൊണ്ട് നിങ്ങളോട് ഞാൻ ഉണ്ടായിരിക്കും എന്നുള്ള ഉറപ്പോടുകൂടി ഇന്നിവിടെ തന്ന എല്ലാ സ്നേഹാളുകൾക്ക്, എല്ലാ നല്ല കാര്യങ്ങൾക്ക്, എല്ലാ പ്രത്യേക നല്ല വാക്കുകൾക്കും എല്ലാത്തിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.